അതിർത്തിയിലെ സേനാ പിന്മാറ്റം കാര്യക്ഷമമായി നിലനിർത്താൻ തുടർ നടപടികളുമായി ഇന്ത്യയും ചൈനയും വർഷം തോറുമുള്ള അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടത്താനും വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ധാരണ. കൈലാഷ് മാനസരോവർ യാത്ര ഉൾപ്പെടെ തുടർച്ചാ വേളകളിൽ പരിഗണനാ വിഷയം ഉണ്ടാകും. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും G20 സമ്മേളന വേളയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഇരു നേതാക്കളും ചർച്ച ചെയ്തത് അതിർത്തിയിലെ സേനാ പിന്മാറ്റം തന്നെയാണ്. സേനാ പിന്മാറ്റം കാര്യക്ഷമവും സമഗ്രവുമായി തുടരാൻ വാർഷിക അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. Foreign ministers met to exchange views. They reviewed the progress in the recent disengagement in the India-China border areas and also discussed the next steps that are to be taken in the bilateral relationship. We've issued a press release also on the meeting, and some of those next steps are outlined in that. The two sides are discussing the possible scheduling of an early meeting between the special representatives of the two sides, and there are meetings at the regular institutional level at the foreign minister, foreign secretary and the vice minister level that are also being discussed. കൈലാഷ് മാനസരോവർ യാത്ര സംബന്ധിച്ച വിഷയങ്ങളും തുടർ അവലോകന യോഗങ്ങളിൽ ചർച്ചയാകും. There will be a number of issues of interest that will come up in these meetings. You referred to the Kailash Mansarovar Yatra. In fact, the External Affairs Minister did flag this as one of the issues to discuss. But when the institutional mechanisms start meeting, I'm sure a number of these issues will be taken up in those meetings. റഷ്യയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സേനാ പിന്മാറ്റത്തിന് ധാരണയായത്. തുടർന്ന് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചു. അതിർത്തികളിൽ പരസ്പര ധാരണയോടെ പട്രോളിംഗും ഇന്ത്യയും ചൈനയും തുടങ്ങിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.